വൈറ്റ് ബൊഗൈൻവില്ലയാണ് കേട്ടോ. ഇത് വന്നിട്ട് കണ്ടോ, പൂനെ വൈറ്റാണ്, നല്ല മനോഹരമായ ഫ്ലവർ. അപ്പോൾ അത് കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു, വേറൊരു സ്ഥലത്താണ് വെച്ചിരുന്നത് കേട്ടോ. അവിടെ ഇരുന്ന് വെള്ളം ഒഴിക്കാനൊന്നും ആരും ഇല്ലാതെ അത് കണ്ടോ, ഒരു മുരടിച്ച അവസ്ഥ, ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പറഞ്ഞു, നീ എന്നെ ഇനി ഇതിനെ ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതിനെ പ്രൂൺ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ പ്രൂൺ ചെയ്യാതിരുന്നാൽ ഈ ചെടി നല്ല രീതിയിൽ പിടിച്ച് കിട്ടത്തില്ല. അതുകൊണ്ട് പ്രൂൺ ചെയ്യാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മാറ്റി പിടിപ്പിക്കാം. അപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ചെറിയൊരളവിലാണ് പ്രൂൺ ചെയ്യുന്നത്. നമ്മൾ ബൊഗൈൻവില്ലയൊക്കെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് ഇട്ടാൽ മാത്രമേ അതിൽ ഫ്ലവർ നന്നായിട്ട് വരത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതിൽ ഫ്ലവർ നിൽക്കുന്നത് കൊണ്ടായിരിക്കും, ഈ ഫ്ലവറിനെ കൂടെ കട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുന്നത് ചെടിക്ക്. അപ്പോൾ ഞാനെന്തായാലും ഫ്ലവർ കട്ട് ചെയ്യുന്നില്ല, പ്രൂൺ ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഫ്ലവറിനെ ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇവിടെ കാക്കയുടെ ശല്യം കൂടുതലാണ് കേട്ടോ. എനിക്ക് ഈ കാക്കയുടെ ശല്യത്തെ മാറ്റാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ. 100 കണക്കിന് കാക്കയുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ശബ്ദം ഒഴിവാക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ്. അത് ഇപ്പോഴും കുറച്ച് നാൾ മുമ്പ് പട്ടിയുടെ ശല്യമാണ്. പട്ടി ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു കാക്കയുടെ ശല്യം കൂടിയപ്പോൾ പട്ടി സൈലൻ്റ് ആയിരുന്നു. ഇത് ചേട്ടൻ കുത്തി വെച്ച് തന്നു കേട്ടോ. ഇതിൽ വേറെ ഒരു ചുമന്ന ഫ്ലവറിലാണ്, എൻ്റെ വേര് വന്നില്ല. എന്തായാലും അതിനെ ഞാൻ എടുത്ത് മാറ്റിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള തൈ തന്നെയാണ് കേട്ടോ. ബോൺസായി പോലെ ആക്കി എടുക്കാം, ശ്രമിച്ചാൽ അങ്ങനെ എടുക്കാം. പക്ഷെ അവർക്കത് പ്രൂൺ ചെയ്യുന്നതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തരുടെ ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചെടികൾ പ്രൂൺ ചെയ്യുന്നതാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ മനസ്സാണ്. ചില ആൾക്കാർക്ക് അത് പ്രൂൺ ചെയ്യാതെ ഇങ്ങനെ നീണ്ടു വളർന്ന് അങ്ങനെ വരുന്നതാണ് ചില ആൾക്ക് ഇഷ്ടം. എന്നിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് നമുക്കറിയില്ല. കാണുന്നവരും ഇതുപോലെയൊക്കെ കാണുമല്ലേ. അങ്ങനെ പ്രൂൺ ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത, അത്യാവശ്യം പ്രൂൺ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ പ്രൂൺ ചെയ്യുന്നില്ല. ഇതൊക്കെ ഉണ്ടോ, ഒരു തരം അസുഖം പിടിച്ചതുപോലെയാണ് കേട്ടോ. വെള്ളമൊന്നും കിട്ടാതെ ഒരു വല്ലാത്തൊരു രീതിയിലായിപ്പോയി. ഇതിൻ്റെ തണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ തന്നെയാണ്. ഇതിന് നല്ല ഹെൽത്തി ആയിട്ട് വരാൻ കുറച്ച് പ്രയാസമുണ്ട്. അത്യാവശ്യം പ്രൂൺ ചെയ്തു കേട്ടോ. ഇത്രയും മതിയാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഇവരിതിൽ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനത് ഇതിനിട്ട് കൊടുക്കുന്നില്ല. ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഈ സംഭവം ഇത് ഇവർ പുറമെയാണ് ഇട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ശരിക്കും അങ്ങനെയല്ല ഇടേണ്ടത്. ഈ സൈഡ് നമ്മൾ മണ്ണ് കുത്തി മാറ്റിയിട്ട് സൈഡിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അവരതാണെങ്കിൽ പുറമെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഞാൻ ഇതിൻ്റെ മണ്ണൊന്ന് ഇളക്കി മാറ്റിയിട്ട് കണ്ടോ, ഒന്ന് നല്ല രീതിയിൽ കുത്തിയാക്കിയിട്ട് ഈ വളത്തിന് ഇത് കുറച്ച് അടിയിലേക്ക് ആക്കാൻ പറ്റുന്നില്ല. ഓക്കെ കേട്ടോ. ഇതിൻ്റെ മൂട് കണ്ടോ,
നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചെടിയാണ്. ഇനിയുണ്ട് കേട്ടോ, ഒരെണ്ണം കൂടെ ഇരിക്കുന്നു. അവിടെ ഏകദേശം ഒരു 7-8 മൂടുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും എനിക്കിവിടെ ബൊഗൻവില്ലയുടെ കളക്ഷൻ കുറച്ചാകും കേട്ടോ. ആകെ ഒരു പീസ് എന്തോ എൻ്റെ കയ്യിലുള്ളൂ. അതാണ് ഞാൻ അന്ന് ബോൺസായി കേട്ടോ ഫെർട്ടിലൈസർ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. റോസ് ഇത് പഴയ കാലം മുതലേ ഉള്ളതാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഈ ഇതുണ്ട് കേട്ടോ, റോസ് ഫെർട്ടിലൈസർ കൂടെയാണ്. എൻ്റെ പഴയ കാലം എന്ന് പറയുമ്പോൾ ഒരു 10-20 വർഷം മുന്നേ ഞാനിത് യൂസ് ആക്കിയിട്ടുണ്ട്. ഇവരത് ഏത് കമ്പനിയാണോ? അപ്പോൾ ഇത്രയോളം ഫെർട്ടിലൈസർ ഞാൻ എടുത്തിരിക്കുകയാണ്. ഫ്ലവർ ഇടാൻ. ഇത് ഫ്ലവർ വരും, നമ്മളിത് കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ അതിൻ്റെ മറന്നല്ലോ, നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന വളമുണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിത് ഇടുന്നു എന്നേ ഉള്ളൂ. ഇട്ടാൽ കുറച്ചുകൂടെ ഫ്ലവർ നമ്മൾക്ക് അതിൽ കിട്ടുന്നതിലും കൂടുതൽ ഫ്ലവർ ഇതിൽ കിട്ടും, അത്രേ ഉള്ളൂ. അത് പോയിട്ട് ബൊഗൻവില്ല ഇപ്പോൾ ഫ്ലവറിൻ്റെ സീസണാണ്. ഈ ഇത് ജനുവരി മുതൽ ഏകദേശം ഏപ്രിൽ വരെ ഫ്ലവറിൻ്റെ സമയമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വളം ഇട്ടില്ലെങ്കിലും അതിൽ ഫ്ലവർ വരും. പക്ഷെ നല്ല രീതിയിൽ ഫ്ലവർ വരണമെങ്കിൽ നമ്മൾ വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓർഗാനിക്കായിട്ടൊക്കെ ഉള്ള വളം ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഈ ബൊഗൻവില്ലയ്ക്ക് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഇതേപോലുള്ള വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ചൂടാണ്, അതിനനുസരിച്ചുള്ള വെള്ളം കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വളം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു മുരടിപ്പ് ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഒഴിക്കാതെയൊക്കെ ഇതിൻ്റെ ഒരു അസുഖം പിടിച്ചതുപോലെ, ഹെൽത്തിയല്ല, നല്ല പച്ചപ്പുള്ളതുപോലെ ഒരു ഉണങ്ങിയൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ ഒരു കപ്പെടുത്തിട്ട് ഇത് ഞാനിവിടെ ഒരു സാധനം കൊണ്ടാണ്. അത് ഇതിൻ്റെ പുറത്ത് വെച്ച് ചപ്പിപ്പോയി കേട്ടോ. അതിൻ്റെ പുറത്താണ് ഞാൻ ചട്ടി. ഇത് വേറെ ഒന്നുമല്ല, അലോവേര. ഇവിടെ നമ്മൾ അല്ല എന്താ പറയുക, കറ്റാർ വാഴയുണ്ട്. അപ്പോൾ അത് ഞാനിതിൽ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. കയ്യിലും ചെളി. ഇങ്ങനെ അത്യാവശ്യം നമ്മളിങ്ങനെ നല്ല ഉടച്ചെടുത്താൽ വേറെ ഒന്നുമില്ല അതിൽ. ഇത് ആഴ്ചയിൽ ഈ മുരടിപ്പ് മാറാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം, പിന്നെ റൂട്ടിങ്ങും നല്ലതായിരിക്കും. നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്, ഇതിൻ്റെ ഈ തണ്ടിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനിത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിന് ആവശ്യമുള്ള വെള്ളം അത് ഞാൻ കൂടുതൽ ഒഴിക്കുന്നില്ല. കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ നനയും. നിങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒഴിച്ച് കാണിച്ചതേ ഉള്ളൂ. ഇത് നമ്മൾ ഒരാഴ്ചയോളം വെള്ളം ഇതിൻ്റെ തണ്ടിൽ, സാധാരണ ഞാൻ പറയാറുണ്ട്, നമ്മൾ ബൊഗൻവില്ലയ്ക്ക് നമ്മൾ ലീഫിൽ ഒരിക്കലും വെള്ളം നനയ്ക്കാൻ പാടില്ല, ലീഫിലോ തണ്ടിലോ. ഇതിൻ്റെ ചുവട്ടിൽ വേണം ഒഴിച്ച് കൊടുക്കുക. അതേപോലെ വെള്ളം ഒഴിക്കുന്നത് ഇത് നല്ല പച്ചപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസമൊക്കെ വിട്ട് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ദിവസം നമ്മൾ വെള്ളം ഒഴിച്ച് ഈ ലീഫൊക്കെ നല്ല രീതിയിൽ പച്ച പിടിച്ച് ഓവറായിട്ട് ലീഫ് വന്നു കഴിഞ്ഞാൽ ഫ്ലവർ കുറയും. അപ്പോൾ ഇതിപ്പോൾ വന്നിട്ട് മുരടിച്ചാണ് നിൽക്കുന്നത് കണ്ടോ. അത് നല്ല രീതിയിൽ ഉണങ്ങി മുരടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമ്പോൾ ഇതിന് നല്ല രീതിയിൽ ഒരാഴ്ചയോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ ഒരു മുരടിപ്പൊക്കെ മാറി അത് നല്ല പച്ചപ്പിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരാഴ്ചയോളം വെള്ളം ഒഴിച്ച് കൊടുക്കും. ഒഴിച്ച് കൊടുക്കുമ്പോൾ ലീഫ് അധികം നനയാതിരിക്കാൻ നോക്കണം. നനയും, എന്തായാലും നമ്മൾ തണ്ടിലൊഴിക്കുമ്പോൾ നനയും, അത് സാരമില്ല. ഒരാഴ്ചയോളം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഈ കേട്ടോ വയസ്സായ ഒരു ലുക്ക് അതങ്ങ് മാറി വരുമ്പോഴത്തേക്ക്
പിന്നെ നമ്മൾ ചുവട്ടിൽ മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ. ആരോ ഒന്നാൾ കമൻ്റ് ഇട്ട് കേട്ടോ, കാക്ക എന്തോ നമ്മൾ ചെടിയിൽ കണ്ടിട്ട് കാക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അങ്ങനെ എന്തോ ഒരു കമൻറ്റ്. അപ്പോൾ അത് കാക്ക ഭയങ്കര ശല്യമാണ്, കാക്കയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള മരങ്ങളിൽ പല മരങ്ങളിലായിട്ട് കൂടി 100 കണക്കിന് കാക്കയുണ്ട്. അപ്പോൾ ആ സൗണ്ട് നമുക്ക് ഒഴിവാക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.